ഡോക്ടർ പ്രേംകുമാർ, ഈ കുടിശ്ശികകളുടെ നീണ്ട കണക്ക് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. കുടിശ്ശികകൾ ഒരുപാട് ബാക്കി നിൽക്കെ കഴിഞ്ഞ തവണ ആഘോഷിച്ചതുപോലെ ഒരു കേരളീയം, ഇനി അതല്ല ശോഭനയുടെ ഡാൻസും സ്റ്റീഫൻ ദേവസിയുടെ പാട്ടും ഒക്കെ ഒഴിവാക്കിയാണെങ്കിൽ പോലും ചെലവ് ചുരുക്കി ഒരു കേരളീയം 2 എഡിഷൻ നടത്തുന്നത് ഈ ഘട്ടത്തിൽ ന്യായീകരിക്കുക സാധ്യമാണോ? ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്ന് നടത്തിയ ചർച്ചയും ഇതിൻ്റെ ഇൻട്രോയിലും പറ്റിയ പിശകുകളെ പറ്റിയിട്ട് ഇതേ ചാനലിൽ വന്നിരുന്ന് ഡോക്ടർ അരുൺകുമാർ വളരെ ഗഹനമായി സംസാരിക്കുന്നത് എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും സമയം സംസാരിച്ച് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. കേരളം എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച നാടാണ്, ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നൊക്കെ അംഗീകരിച്ചാൽ പോലും നിങ്ങൾ ഇതിന്റെ ഇൻട്രോയിൽ പറയുന്നത് പോലെ കേരളീയം എന്നുള്ള ഇവന്റിന്റെ 2nd എഡിഷൻ നടത്തുന്നത് 100% സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ റിപ്പോർട്ടറും പറയുന്നുണ്ട്. പിന്നെന്താണ് പ്രശ്നം? 100% സ്പോൺസർഷിപ്പിലൂടെ ആണെങ്കിൽ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിലൂടെയാണ് നടത്തുന്നതെങ്കിൽ എവിടെയാണിത് ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷനും സർക്കാരിന്റെ ധൂർത്ത് എന്നൊക്കെയുള്ള നിങ്ങളുടെ തന്നെ ആർഗ്യുമെന്റ് ഇതുമായിട്ട് നിൽക്കുക എന്നുള്ള വളരെ ലളിതമായൊരു ലോജിക്ക് എനിക്കുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക മുഖമായിരുന്നാലും അതിന്റെ ഡെവലപ്മെന്റൽ സംഗതികളായിരുന്നാലും കേരളത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ ആയിരുന്നാലും ടൂറിസം പൊട്ടൻഷ്യൽസ് ആയിരുന്നാലും ലോകത്തിന് മുന്നിൽ വേൾഡ് മാർക്കറ്റിൽ ഷോക്കേസ് ചെയ്യേണ്ടത് അത്യാവശ്യവും പ്രൊഡക്റ്റീവുമായ കാര്യമാണെന്നുള്ള കാര്യത്തിൽ അരുൺകുമാറിനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതെങ്ങനെ ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ട് ചെയ്യാം, എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാമെന്നുള്ളതാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റ് കേരളത്തിന്റെ സ്വപ്നം കാണുന്ന ഒരു സർക്കാരിനും ഒരു ഭരണ സംവിധാനത്തിനും ആലോചിക്കാനുള്ളത്. അതിന് ചെയ്യാവുന്ന ഇന്നത്തെ ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ പോസിബിൾ ആയിട്ടുള്ള, കേരളം പോലെയുള്ള പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലായിട്ടുള്ള, പർച്ചേസിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രൈവറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ അവരുടെ പരസ്യത്തിന് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എന്നുള്ളതുപോലെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന, അത്രയും ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കേരളീയം പോലെ സൂപ്പർ സക്സസ് ആയിട്ടുള്ള, ഗ്ലോബലി സക്സസ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ സ്പോൺസർഷിപ്പ് എന്നുള്ളത് വളരെ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യമാണ്. മാത്രം ഞാനൊന്ന് ഇടപെടുന്നു. അതിനുശേഷം ഞാൻ കൂടുതൽ സമയം അങ്ങേക്ക് അനുവദിക്കാം. നമ്മൾ ഇന്ന് വളരെ കുറച്ച് അതിഥികൾ മാത്രമേ നമുക്കുള്ളൂ, നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. പ്രേംകുമാർ, കേരളീയം 1ാമത്തെ എഡിഷൻ സൂപ്പർ സക്സസ് ആണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. ശരി, സൂപ്പർ സക്സസ് ആയ കേരളീയം എഡിഷന്റെ ഒരു ഇമ്പാക്റ്റ് താങ്കൾ പറയാമോ? റിപ്പോർട്ടർ ചാനൽ, ഞാനൊരു കോളേജിൽ അധ്യാപകനായിരുന്നു, അരുൺകുമാർ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു, വളരെ റെപ്യൂട്ടഡായ അധ്യാപകനായിരുന്നു. ആ ജോലി രാജിവെച്ചിട്ടാണ് നിങ്ങൾ ഈ ജോലിക്ക് വന്നുള്ള സ്വകാര്യ മേഖലയിലേക്ക്. സത്യമാണല്ലോ. എന്ത് ഇമ്പാക്റ്റ് ആണ് അത് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്ന് 3 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ്? പ്രേംകുമാർ ജോലി രാജിവെക്കുന്നതും ഞാൻ ജോലി രാജിവെക്കുന്നതും കേരളീയത്തിന്റെ ഇമ്പാക്ട് ഒരുപോലെയാണെന്നാണോ പ്രേംകുമാർ പറയുന്നത്? ആദ്യത്തെ എഡിഷൻ കോഴിക്കോടായിരുന്നു നടന്നത്. അത് കഴിഞ്ഞ ഉടനെ 3 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ഇഫക്റ്റ്, എന്താണ് ഇതിന്റെ ഇമ്പാക്ട് എന്ന് ചോദിച്ചിരുന്നു കുറെ ആളുകൾ. ഇപ്പൊ 16-17 വർഷം കഴിയും നമുക്കറിയാം കേരളത്തിൽ അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. യുവജനോത്സവത്തിന് കോടിക്കണക്കിന് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇവന്റ് നടന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുകയാണ്. വളരെ ആങ്സൈറ്റിയോടെയായിരുന്നു ആളുകൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വിചാരിച്ചതിനേക്കാൾ പാർട്ടിസിപ്പേഷനും ഗ്ലോബൽ മീഡിയ കവറേജും ഗ്ലോബൽ സ്കോളേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അന്ന് തന്നെ അവിടുന്ന് പ്രഖ്യാപിച്ചതാണ് ഇതൊരു സ്ഥിരം പരിപാടിയാവുകയാണ്. ചോദിച്ചത്